ലോകകപ്പിന്റെ ആവേശം ഇങ്ങ് ഇടുക്കിയിലും ഹൈ റേഞ്ചിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ കുളമാവ് വടക്കേപ്പുഴ ചെക്ക് ഡാമിൽ മെസ്സിയുടെ ഒരു കട്ടൌട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ കാണിച്ചതാണ്. ഇന്നിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മെസ്സിയുടെ കട്ടൌട്ടിനെ പറ്റി പറയാനല്ല, നെയ്മറിന്റെ കട്ടൌട്ടിനെ പറ്റി പറയാനാണ്. കഴിഞ്ഞ ദിവസം മെസ്സി ആരാധകർ പറഞ്ഞത് ബ്രസീൽ ആരാധകരുടെ കണ്ണുനീരാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴ എന്നൊക്കെയാണ്. അന്ന് അവർ ഒരു വാശിയായിട്ട് പറഞ്ഞിരുന്നു ഉടൻ തന്നെ നെയ്മറുടെ കട്ടൌട്ട്, ബ്രസീൽ ആരാധകരുടെ നെയ്മറുടെ കട്ടൌട്ട് ഇവിടെ ഉയരുമെന്ന്. അത് ഉയർന്നിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന വടക്കേപ്പുഴ ചെക്ക് ഡാമിൽ തന്നെയാണ് അതും ഉയർന്നിരിക്കുന്നത്. ബ്രസീൽ ആരാധകർ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്താ ഇതൊരു വാശിപ്പുറത്ത് ചെയ്താണോ? വാശിപ്പുറത്തൊന്നും ചെയ്തല്ല, കാരണം ഞങ്ങൾ എല്ലാ കൊല്ലവും ഇത് ചെയ്യുന്നതാണ്. അവർ ഇച്ചിരി നേരത്തെ ചെയ്യുന്നു, ഞങ്ങൾ ഇച്ചിരി താമസിച്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. എല്ലാ കൊല്ലവും കുളമാവിൽ ഇത് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ കൊടിയാണെങ്കിലും ഫ്ലെക്സ് ആണെങ്കിലും എന്താണെങ്കിലും വെക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അപ്പൊ അതിന്റെ പുറത്ത് ഈ തവണയും വെച്ചു. എല്ലാ കൊല്ലം ചെയ്യുന്നതല്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയ കുളമാവിലോട്ട് ആളുകളുടെ ശ്രദ്ധ, ലോക ഫുട്ബോളിന്റെ ശ്രദ്ധ എത്തുമ്പോൾ അതിലോട്ട് ഈ ഒരു ഫ്ലെക്സ്, ഇത് ഒരു കട്ടൗട്ട് വെക്കുമ്പോൾ അതുവഴി ഇത് ഈ ഒരു ശ്രദ്ധകേന്ദ്രമാകാനുള്ള ശ്രമം എന്ന് വേണം പറയാം. അല്ലാതെ ഈ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇത് കോഴിക്കോട്, മലപ്പുറം ആ സൈഡിലേക്കൊക്കെ മാത്രമായിരുന്നു. ഇത്തവണ ഇടുക്കിയിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളൊരു പുതിയ രീതി ഇടുക്കിയിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണോ? ഈ ഫുട്ബോൾ ആരാധകരൊക്കെ അത്രയ്ക്കും ഇടുക്കിയിലുണ്ടോ? ഉണ്ട്. നമ്മളിപ്പം ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ കുളമാവ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. അപ്പം അവിടെ ഇച്ചിരി കൂടെ അടിപൊളിയായിട്ട് ഫുട്ബോളിനെ ആരാധിക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ട്. എന്റെ ചെറുപ്പകാലം തൊട്ടാണെങ്കിൽ പോലും ഒത്തിരി ഇപ്പൊ 2014 വേൾഡ് കപ്പ് തൊട്ട് ഞങ്ങൾ ബ്രസീലുകാർ ഇത് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒത്തിരി ആരാധകരുള്ളൊരു നാട് തന്നെയാണ്, ഫുട്ബോൾ ആരാധകരുള്ള നാട് തന്നെയാണ് കുളമാവ്. എന്തായാലും ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ആരാധകർ ഈ ഫ്ലെക്സും കട്ടൗട്ടും ഒക്കെ ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ശത്രുത അല്ലെങ്കിൽ ഒരു വാശിയോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ചൊക്കെയാണ്. എല്ലാ തരത്തിലുള്ള ആരാധകരും ഇവിടെ ഉണ്ട് അല്ലെ? നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് മെസ്സി ആരാധകർ കൂടിയാണെന്ന് തോന്നുന്നു. അല്ലല്ല, നമ്മളിപ്പോ നെയ്മർ തന്നെയാ. ബട്ട് അവര് വെച്ചതും കൊള്ളാം, നമ്മളും വെച്ചതും കൊള്ളാം. അങ്ങനെ ഒരു ഇതിലാണ് നമ്മളും ഇത് ചെയ്തത്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ തന്നെ നമുക്കിപ്പം ഫുട്ബോൾ ക്ലബ്സും അതും നമുക്ക് ടീമൊക്കെ ഉണ്ട്. അപ്പം നമ്മളെല്ലാരും ഫുട്ബോളിനെ സ്നേഹിക്കുന്നു. ഇപ്പൊ നാളെ ഇപ്പൊ പോർച്ചുഗലുകാർ വെക്കുന്നുണ്ട്, അതിനിപ്പോ നമ്മൾ ബ്രസീലുകാരും അവരോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ലോകകപ്പിന്റെ ആവേശം നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഹൈ റേഞ്ചിലാണ്. ഹൈ റേഞ്ചുകാരും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വടക്കേപ്പുഴയൊക്കെ ഒരു സാമ്പിളാണ്. ഇതിന് ഇടുക്കി ജില്ലയിൽ പല ഭാഗങ്ങളിലായിട്ട് വലിയ കൂറ്റൻ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ഒക്കെ ഉയരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ലോകകപ്പ് ആവേശം ഇടുക്കിയിലും അങ്ങ് തരംഗമായി തന്നെ തുടരുകയാണ്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.